ഫോൺ എടുത്ത് വെള്ളത്തിൽ മുക്കി അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി ചെയ്യുന്നതൊക്കെ ഓക്കെ, പക്ഷെ കോള വീണാലും കോഫി വീണാലും ഫോൺ കേടാവില്ല എന്നെന്തുറപ്പ്? യുദ്ധഭൂമിയിൽ ആക്രമണം ഏറ്റുവാങ്ങാൻ ഇതാ പുതിയൊരു പഠനം കൂടി എത്തിയിട്ടുണ്ട്, ഓപ്പോ F29 5G. സോ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ പോയിട്ട് തന്നെ തെറി വിളിക്കുന്നതിന് മുന്നേ വിശദമായിട്ട് ഈ ഒരു ഫോണിനെ കുറിച്ച് നമ്മൾക്കൊന്ന് അറിയാം. ഇതാണ് ബോക്സിനകത്ത് ഫോണിൽ ഇടാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് കേസ്, ഡോക്യുമെന്റേഷൻസ്, സിം ടൂൾ, ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിൾ, 45 വാട്ടിന്റെ സൂപ്പർ വൂക്ക് അഡാപ്റ്റർ. ഗൈസ്, നിങ്ങളോടൊരു ചോദ്യം, ഈ IP റേറ്റിംഗ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇതിൽ ഈ IP എന്താണ് എന്നൊന്ന് കമന്റ് ചെയ്യുക. സോ IP റേറ്റിംഗിൽ സപ്പോസ് ഇപ്പോൾ ഞാൻ IP66 എന്ന് പറയുവാണെങ്കിൽ, ആദ്യത്തെ 6 എന്ന് പറഞ്ഞാൽ ഡസ്റ്റ് ഒന്നും കയറില്ല, ഡസ്റ്റ് ടൈറ്റ് ആണെന്നും, രണ്ടാമത്തെ 6 എന്ന് പറഞ്ഞാൽ വെള്ളം നല്ല ജെറ്റ് പോലെ അടിച്ചു കഴിഞ്ഞാലും അകത്ത് കയറില്ല എന്നുമാണ്. ഇനി IP68 എന്ന് പറഞ്ഞാൽ ഇതിൽ 8 1 മീറ്ററിന് മുകളിൽ, അതായത് 1.5 മീറ്ററോളം വെള്ളത്തിനകത്ത് ഒരു അരമണിക്കൂർ മുക്കി വെച്ചാലും ആ ഒരു പ്രൊഡക്റ്റിനൊന്നും പറ്റില്ല എന്നാണ്. ആൻഡ് IP69 എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ആണ്, ഇൻഡസ്ട്രിയൽ ലെവലിലുള്ള ഒരു വാട്ടർ ജെറ്റ് വന്ന് അടിച്ചു കഴിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല എന്ന്. ഇതൊക്കെ ഇവിടെ പറയാൻ കാരണം ഈ 3 റേറ്റിംഗുകളുമാണ് ഈ ഒരു ഡിവൈസിന് SGS കൊടുത്തിരിക്കുന്നത്. ഇതിന് പുറമെ ഞാൻ ആദ്യം കാണിച്ച പോലെ കോഫി ഒഴിക്കുക, കോള ഒഴിക്കുക, അത്തരത്തിലുള്ള 18 ലിക്വിഡുകൾ ഇതിന്റെ മേത്ത് ഒഴിച്ചാലും ഇതിനൊന്നും പറ്റില്ല എന്നാണ് പറയുന്നത്. നമ്മൾ 2-3 ടെസ്റ്റ് ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല. ഇത്രയും പറഞ്ഞപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലേ, ഈ ഫോൺ വാങ്ങുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിന്റെ ഡ്യൂറബിലിറ്റി മാത്രമാണ്. ഇനി ഇതിന്റെ മുകളിൽ വേറെ സ്പെഷ്യൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്പോയുടെ പുതിയ ഒരു ആന്റണ. നോർമലി ഉള്ളതിനേക്കാളും കുറച്ച് കൂടുതൽ, ഏകദേശം 84% മുകളിലോളം നെറ്റ്വർക്ക് കവറേജ് കിട്ടാൻ വേണ്ടിയും, ഇങ്ങനെ ലാൻഡ്സ്കേപ്പിലൊക്കെ ഗെയിം കളിക്കുമ്പോൾ ഈ ഒരു ആന്റണയൊക്കെ കവർ ആകുമ്പോൾ നെറ്റ്വർക്ക് കവറേജ് കുറയുമല്ലോ, അത് കുറയാതിരിക്കാനുമുള്ള ഒരു പേറ്റന്റ് ചെയ്തേക്കുന്ന ടെക്നോളജി ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഇത്രയും സ്ലിം ആയിട്ടുള്ള ഫോൺ, എത്ര 7.65 മില്ലിമീറ്റർ എന്തോ ഉള്ളൂ തിക്നെസ്, ഇത്രയും സ്ലിം ആയിട്ടുള്ള വെറും 185 ഗ്രാമോളം വെയിറ്റ് വരുന്ന ഈ ഒരു ഡിവൈസിനകത്ത് 6500 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് ഈസ് ഇംപ്രസീവ്. ഇത്രയും നല്ല ഒരു ബാറ്ററി കപ്പാസിറ്റി കൊടുത്തു എന്ന് മാത്രമല്ല, ഒബ്വിയസ്ലി നല്ല പോലെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ബാറ്ററിയാണ്. ഫാസ്റ്റ് ചാർജിംഗ് കൊണ്ട് 45 വാട്ടിന്റെ സൂപ്പർ വൂക്ക് ചാർജ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചാർജ് കയറുകയും കുറേ നേരം ബാറ്ററി നിൽക്കുകയും ചെയ്യും. ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഈ ഫോണിന്റെ പ്രധാനപ്പെട്ട ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ഷർട്ടിന്റെ ഫ്രണ്ട് പോക്കറ്റിലൊക്കെ ഫോൺ ഇട്ട് നടന്നിട്ട് പെട്ടെന്ന് എന്തെങ്കിലും എടുക്കാൻ ഇങ്ങനെ കുനിയുന്ന സമയത്ത് ഫോൺ താഴെ വീഴുന്ന പരിപാടിയില്ലേ, അത്തരത്തിലുള്ള ഡ്രോപ്പും കാര്യങ്ങളൊക്കെ വീഴുന്ന സമയത്ത് ഇതിന് യാതൊന്നും പറ്റില്ല. ഒരു കുഷനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഫ്രെയിമൊക്കെ ഉള്ളതുകൊണ്ട് ഡ്രോപ്പ് റെസിസ്റ്റൻസ് ഭയങ്കര കൂടുതലാണ്. ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ കുറേയധികം ഡ്രോപ്പ് ചെയ്ത് നോക്കി, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ പറയാം, ഇതിൻ്റെ ഫിനിഷ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു പർപ്പിൾ കളർ നല്ല രസമുണ്ട് കാണാനായിട്ട്. 4 ക്യാമറാസ് ഉള്ളൊരു മൊഡ്യൂളായിട്ട് തോന്നും, ബട്ട് ഒറ്റ ക്യാമറയാണ് മെയിനായിട്ടുള്ളത്, 50 മെഗാ പിക്സലിൻ്റെ. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിൻ്റെ കുറച്ച് സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ടിൽ നിങ്ങൾക്ക് 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് സെൽഫി ക്യാമറയാണ്, അതിൻ്റെ സാമ്പിളും കാണിച്ചു തരാം. ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് 4K 30 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ വീഡിയോസ്, ഇത്തരത്തിലുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് 1080p 30 ആൻഡ് 720p 30 ആണ്. ഒരു 60 FPS ഓപ്ഷൻ കണ്ടില്ല. ഇനി ഫ്രണ്ട് ക്യാമറയിലാണെങ്കിൽ 1080p 30 FPS ഇത്തരത്തിലുള്ള ഫ്രണ്ട് സെൽഫി വീഡിയോസ് എടുക്കാൻ പറ്റുന്നത്. ഡിവൈസിന്റെ ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. ആൻഡ് ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ 6.7 ഇഞ്ചിന്റെ 120 ഹെർട്സിന്റെ ഫുൾ HD+ ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 1200 നിറ്റ്സോളം പീക്ക് ബ്രൈറ്റ്നസ് പോകുന്നുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് ഫ്ലാറ്റ് സ്ക്രീനുള്ള ഡിസ്പ്ലേസ് ആണ്. സോ ഇതും ഫ്ലാറ്റ് സ്ക്രീൻ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഒരു ബോക്സി ടൈപ്പ് ഫ്രെയിം ഇതിന് ചുറ്റുമുണ്ട്. ആൻഡ് താഴെയായിട്ട് നിങ്ങൾക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും വരുന്നുണ്ട്. അത്യാവശ്യം ഫാസ്റ്റുമാണ്. ഞാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്തു, ബെസൽസ് അത്യാവശ്യം തിന്നാണ്. താഴെ ഒരു പൊടിക്ക് കുറച്ച് വലിയ ബെസലാണെങ്കിലും ബാക്കി 3 സൈഡിലുള്ള ബെസൽസ് തീരെ തിന്നാണ്. ഈ കളറിനെ അവർ പറയുന്നത് സോളിഡ് പർപ്പിൾ എന്നാണ്. ഒരു കളറും കൂടി കിട്ടുന്നുണ്ട്. എന്തായാലും ഇതിനകത്ത് മുകളിലും താഴെയുമായിട്ട് 2 സ്പീക്കേഴ്സ് കാണാം. യെസ്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. ഇത് നോർമൽ മോഡിലുള്ള വോളിയം ആണ്. ഇത് കൂടാതെ 300% ഒരു വോളിയം മോഡും കൂടെ കിട്ടും. സാമ്പിൾ കിട്ടും, നോക്കൂ. ഇനി പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഡിവൈസ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ഡ്യൂറബിലിറ്റി കൂടുതൽ വേണ്ട ആൾക്കാരാണ്. അതായത് ഡെയിലി റഫ് യൂസ് ചെയ്യുന്ന, ഇടയ്ക്കിടയ്ക്ക് ഫോണൊക്കെ താഴെ വീഴുന്ന, ഭയങ്കര റഫ് യൂസ് ഉള്ള ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള, എന്നാൽ അധികം നേരം ബാറ്ററി നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറി ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ചിപ്സെറ്റ് വന്നിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 6 Gen 1 ആണ്. സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന് പറഞ്ഞ പ്രോസസറിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏകദേശം 6 lakhs AnTuTu സ്കോറാണ് വരുന്നത്. സോ നോർമൽ ഡേ ടു ഡേ ടാസ്കുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ചിപ്സെറ്റ്
ചിപ്സെറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 6 lakh AnTuTu സ്കോർ വരാനുള്ള വേറെ പ്രധാനപ്പെട്ട കാരണം ഇതിനകത്ത് 8 GB-യുടെയും 12 GB-യുടെയും LPDDR4X RAM ഉണ്ട്. കൂടെ നിങ്ങൾക്ക് 120 GB-യുടെയും 256 GB-യുടെയും UFS 2.2 അല്ല UFS 3.1 സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. പല ബ്രാൻഡുകളും അതിനോ ഇതിലും കൂടുതൽ പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴും UFS 2.2 വെച്ച് നടക്കുന്നുണ്ട്. ഇതിനകത്ത് UFS 3.1 വന്നിരിക്കുന്നത് ഒരു കാര്യം നല്ലതാണ്. പക്ഷേ സത്യം പറയല്ലോ ഓപ്പോ പിടിച്ചു നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിനകത്ത് ColorOS 15 ആണ്. Android 15 ബേസ് ചെയ്തിട്ടുള്ള പുതിയ ColorOS 15 അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആൻഡ് സ്മൂത്ത് ആണ്. ഇതിനകത്ത് ഏത് പ്രൊസസ്സറും ആയിക്കോട്ടെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇൻ്റർഫേസ് ഉണ്ടല്ലോ അതിനകത്ത് നമുക്ക് ലാഗ്, ഗ്ലിച്ച്, അതേപോലെ ഹാങ് ഇതൊന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് തന്നെയാണ്. സ്ക്രോളിംഗ് ആയിക്കോട്ടെ, ആപ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, ആനിമേഷൻസ് ആയിക്കോട്ടെ, നമുക്കറിയാം ColorOS 15 ഈ കാര്യങ്ങളെല്ലാം ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ സെയിം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ബിൽഡിനായിട്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒട്ടനവധി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി ColorOSന്റെ കൂടെ വരുന്ന കുറച്ചധികം AI ഫീച്ചേഴ്സ് ഉണ്ട്. മെയിനായിട്ടും ഫോട്ടോസ് ആപ്പിനകത്തുള്ള AI ക്ലാരിറ്റി എൻഹാൻസ് എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ട്, AI റിഫ്ലക്ഷൻ റിമൂവർ ഉണ്ട്, AI അൺബ്ലർ ഉണ്ട്, AI ഇറേസർ 2.0 ഉണ്ട്, ലൈവ് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ, AI ലൈവ് ഫോട്ടോ. പിന്നെ റൈറ്റിംഗ് ടൂൾസിൽ AI റൈറ്റിംഗ്, അതേപോലെ AI സമ്മറി ലഭിക്കുന്നുണ്ട്. പിന്നെ ഗൂഗിളിൻ്റെതായിട്ടുള്ള വട്ടം വരയ്ക്കുന്ന സർക്കിൾ ടു സെർച്ച് ഫീച്ചർ ഇതിനകത്തുണ്ട്. ആൻഡ് ഗൂഗിൾ ജെമിനി ഇൻറ്റഗ്രേറ്റഡ് ആണ്. 2 വർഷത്തെ OS അപ്ഡേറ്റ്സും 3 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്സും ആണ് ഇവർ പ്രോമിസ് ചെയ്യുന്നത്. ആൻഡ് സർപ്രൈസിംഗ്ലി ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഇസ് ഗുഡ്. താഴെയായിട്ട് നിങ്ങൾക്ക് സ്ലിം സ്ലോട്ട് വരുന്നുണ്ട്. ഡ്യുവൽ നാനോ സിം ആണ് ഇടാൻ പറ്റുന്നത്. ഇതിനകത്ത് മൈക്രോ SD കാർഡാണുള്ള സ്ലോട്ട് ഇല്ല. പിന്നെ ഫ്രണ്ടിൽ മുകളിലായിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ ലഭിക്കുന്നുണ്ട്. ഡിവൈസിനകത്ത് NFC-യുടെ സപ്പോർട്ട് ഇല്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഓപ്പോയുടെ F27 Pro Plus എന്ന് പറഞ്ഞ ഫോൺ ഇറങ്ങിയായിരുന്നു. പിന്നെ F28 ഇറങ്ങിയില്ല, ഡയറക്റ്റ് F29 സീരീസിലേക്കാണ് വന്നത്. അതിനകത്തുള്ള ഓപ്പോ F29 എന്ന് പറഞ്ഞ ബേസ് വേരിയന്റ് ആണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. സോ ഈ ഒരു ഡിവൈസ് ലോഞ്ച് ആയിരിക്കുന്നത് ഈ കാണുന്ന പ്രൈസിലാണ്. സോ ഇത് എത്തരത്തിലുള്ള ഓഡിയൻസിനാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ബട്ട് ഇങ്ങനൊരു ഫോൺ ഇറങ്ങിയിട്ടുണ്ട്, അത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുക എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.